ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കറിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീന ശരണ്യയുടെ വീട്ടിൽ പോയി ശരണ്യയും അമ്മയും ഒക്കെ കണ്ട് യാത്ര പറയുന്നുണ്ട്. അതിനുശേഷം തിരികെ കൊല്ലപ്പള്ളി വീട്ടിലോട്ട് വരുന്നുണ്ട്. അവിടെ ചെന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ട ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ യാത്രയൊക്കെ പറയുന്നുണ്ട്. മനുവിന് നല്ല വിഷമമുണ്ട്. അതിനുശേഷം പറയും, എനിക്ക് അമ്മയൊന്ന് കാണണം എന്ന് പറഞ്ഞ് നേരെ വൈജയന്തിയെ കാണാനായിട്ട് മനുവാണ് റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. അലീനെ കാണുന്നതും വൈജയന്തിക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, ആൻറ്റി അലീന വന്നത് ആൻറ്റിയെ കണ്ട് യാത്ര പറയാൻ വേണ്ടിയാണെന്ന് പറയും. നിങ്ങൾ സംസാരിക്കാൻ പറയും. ആ സമയത്ത് അലീന വൈജയന്തിയോട് പറയും, മാഡം ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് മാഡത്തിനോട് ചെയ്തെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ വൈജ അലീനയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നീ എവിടെ പോയാലും നീ ഗുണം പിടിക്കത്തില്ല. നീ ഒരുത്തി കാരണമാണ് എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ ആയത്. നീ വരുന്നതിന് മുമ്പ് എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞതാണെന്നറിയാവോ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അലീനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അറിയാം മാഡം, ഞാൻ കാരണം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഞാനായിട്ട് തന്നെ പരിഹരിച്ചിരുന്നല്ലോ എന്നും അലീന തിരിച്ചു പറയുന്നുണ്ട്. മാഡം എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അച്ഛൻ ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഡം തിരിച്ചു വന്നാലും ഇതേ രീതിയിലൊന്നും അച്ഛനോട് പെരുമാറരുത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, എൻ്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണോ നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അലീനയോട് വൈദ്യ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് പറയും, അതെ മാഡം 22 വർഷങ്ങൾക്ക് മുമ്പും ഒരു ജീവിതം ജീവിച്ചിരുന്നല്ലോ ആഗ്രഹിച്ച് ഒരാണൊരുത്തൻ്റെ കൂടെ. ആ ജീവിതത്തെക്കുറിച്ച് മാഡം മറന്നു പോകരുതെന്ന് പറയും. അത് കേൾക്കുന്നതും വൈജയന്തി ഷോക്ക് അടിച്ചോണ്ട് നിൽക്കുകയാണ്. കാരണം എന്താണ് പെട്ടെന്ന് അങ്ങനെ അലീന പറഞ്ഞതെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷം പറയും, മാഡം ഇനിയെങ്കിലും മാഡത്തിൻ്റെ ഗർവ്വം അഹങ്കാരമൊക്കെ കളഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പെരുമാറണം. അല്ലെന്നുണ്ടെങ്കിൽ മാഡം ഇതിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. മാഡത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ആ വീട്ടിൽ നിന്ന് പോകുന്നത്. മാഡത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോകാതിരുന്നതെന്നും അലീന എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയും, ഞാൻ എന്നും മാഡത്തിനെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ കാണാനേ കഴിയത്തുള്ളൂ. ഞാൻ എന്തായാലും ഇനി മാഡത്തിൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായി വരികയില്ല. ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അലീന യാത്ര പറഞ്ഞ് പോവുകയാണ്. അതിനുശേഷം റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന അലീനെ നോക്കിക്കൊണ്ട് ഗംഗാധരനും ശിവശങ്കരനും അവിടെ നിൽപ്പുണ്ട്. എന്താ മോളെ, അത് ഞാൻ മാഡത്തിനോട് യാത്ര പറയാൻ വന്നതാണ്. ഞാൻ നാളെ അവിടുന്ന് പോകുമെന്ന് പറയും. എങ്ങോട്ടാ? അത് കുളത്തപ്പുഴയ്ക്കോ? അവിടെ എന്താ? അവിടെ ഒരു വീട്ടിൽ ജോലിയുടെ കാര്യം അച്ഛൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയും. ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞു എന്ന് ശിവശങ്കരൻ ചോദിക്കും. കുളത്തപ്പുഴയിലുള്ള ഒരു പ്ലാന്ററുടെ വീട്ടിലോട്ടാണെന്ന്. അദ്ദേഹം വീട്ടിലൊരു ദിവസം വന്നിരുന്നു, എന്നെ കണ്ടിരുന്നു എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ആ സമയത്ത് ഗംഗാധരനും ശിവശങ്കരനും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. കാരണം കൊണ്ടുപോകുന്നത് സ്റ്റാൻലിയുടെ വീട്ടിലോട്ടാണെന്നുള്ള കാര്യം രണ്ടുപേർക്കും അറിയാമല്ലോ, സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണെന്നുള്ളത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് മാത്രമേ അവർക്ക് അറിയാനുള്ളതായിരുന്നു. അങ്ങനെ അവരോടും അലീന യാത്ര പറയുന്നുണ്ട്. അതിനുശേഷം അലീന തിരികെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും നല്ല വിഷമമാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, ഞാൻ കൊണ്ടാക്കാം എന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ പറയും, ശരി നീ അലീനെ കൊണ്ടാക്കാൻ പറയും. അങ്ങനെയാണ് മനുവാണ് അലീനെ കൊണ്ടാക്കാനായിട്ട് വീട്ടിലോട്ട് വരുന്നത്. അതിനുശേഷം ബാലേന്ദ്രനുമായിട്ട് മനു സംസാരിക്കുകയാണ്. ആ സമയത്ത് പറയും, എന്താ ഇത്രയും സംസാരിക്കുന്ന രണ്ടുപേരും കൂടി? അത് ഞങ്ങൾ സംസാരിക്കുന്നതേ ഇവനെ പിടിച്ചൊന്ന് കല്യാണം കഴിപ്പിക്കണം, 17 വയസ്സായില്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഓഹോ, അത് ശരി, എനിക്കൊരു സദ്യയും കഴിച്ചിട്ട് പോവാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന പറയും, മനുവേട്ട ഇന്ന് ഇവിടെ നിൽക്കുന്നോ എന്ന് ചോദിക്കും. എന്തായാലും ഇന്നിവിടെ നിൽക്കാം, എന്തായാലും നാളെ നീ പോവില്ലയോ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ മനുവിന് നല്ല വിഷമമുണ്ട്. അലീനയുടെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രാത്രി എല്ലാവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. തമാശകളൊക്കെ പറയുന്നെങ്കിലും കുട്ടികൾക്ക് ആർക്കും ഒരു സന്തോഷമില്ല. കാരണം അലീന നാളെ പോകുക. അതുകൊണ്ട് എല്ലാവരും വളരെ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മനുവിന് കിടക്കാനുള്ള റൂമെല്ലാം അലീന ശരിയായി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മനുവിൻ്റെ അടുത്ത് കുറച്ച് നേരം വന്നിരുന്ന് അലീന സംസാരിക്കും. അത് കഴിഞ്ഞ് ബബിത റൂമിൽ ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അലീന അങ്ങോട്ട് ചെന്നിട്ട് ബബിതയെ കണ്ട് സംസാരിക്കും. എന്നിട്ട് പറയും, എന്താ മോളെ ലൈറ്റൊക്കെ അണിച്ചിരിക്കുന്ന നോക്കിയപ്പോഴത്തേക്ക് ബബിത ഞാൻ കരയാണ്. മോളെ കരയാതെ, ചേച്ചിക്ക് ഇവിടുന്ന് പോകണോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കരയാണ്, കെട്ടിപ്പിടിച്ച്. ഞാൻ ചേച്ചിയോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് ചേച്ചി, എൻ്റെ അറിവില്ലായ്മയെ കരുതി അതൊക്കെ ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ നീ എന്തായി പറയുന്നത്? ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് നിങ്ങളെ ഒന്നും വെറുക്കാൻ കഴിയില്ല, സ്നേഹിക്കാനേ കഴിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീന ബബിതയെ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നെങ്കിലും ഈ വീട്ടിലെ എല്ലാവരുടെ കാര്യവും മോള് നോക്കണം, മോളാണ് ഇനി കൃഷ്ണമോളെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും. എന്നൊക്കെ പറഞ്ഞ് അലീന ബബിതയെ ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ കൃഷ്ണമോളെ ഒന്ന് കണ്ടിട്ട് വരാം, അവൾ ഉറങ്ങാതെ കിടക്കുമായിരിക്കും എന്ന് പറയും. റൂമിലോട്ട് ചെല്ലുമ്പോൾ കൃഷ്ണ അതേ അവസ്ഥയാണ്, അവിടെ കിടന്ന് കരയുവാണ്. ഫുഡൊന്നും അത് ആരും കഴിച്ചിട്ടും ഇല്ലല്ലോ. അങ്ങനെ നോക്കുമ്പം എന്താ മോളെ എന്ന് ചോദിക്കും. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം ആലോചിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. അലീന നെടുമ്പരക്കൽ വീട്ടിൽ ചെന്ന
ദിവസം തൊട്ട് തന്നെ നമ്മുടെ കൃഷ്ണമോളുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമുണ്ട് അലീന അവിടെ നിന്ന് പോകുന്നതുകൊണ്ട്. അങ്ങനെ അലീന കൃഷ്ണയുടെ കൂടെ ഇങ്ങനെ കിടന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ വീട്ടിൽ നിൽക്കുന്നൊരു ദിവസം ഉണ്ടാകും മോളെ, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ ഇങ്ങനെ അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്. അതിനുശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് അലീന പോകാനായിട്ടെല്ലാം റെഡിയാവുകയാണ്. രാവിലെ കിച്ചണിലെ ജോലിയെല്ലാം ചെയ്ത് തീർക്കും. അതിനുശേഷം കുളിയെല്ലാം കഴിഞ്ഞ് പോകാനുള്ള ബാഗെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണയെടുത്ത് പറയും, മോളെ അലീന ഹിന്ദി അത് ചേച്ചി റൂമിലുണ്ടെന്ന് പറയും. എൻ്റെ റൂമിലോട്ടൊന്ന് വരാൻ പറഞ്ഞെന്ന് പറയാം. അങ്ങനെ കൃഷ്ണ വന്ന് അലീനയെടുത്ത് പറയും, ചേച്ചി അച്ഛൻ വിളിക്കുന്നു, ചേച്ചി റൂമിലോട്ട് ചെല്ലാൻ. അങ്ങനെ അലീന അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താ വെച്ചാൽ കോഫിയോ ജ്യൂസോ എന്തെങ്കിലും വെള്ളം നോക്കും. ഒന്നും വേണ്ട, നീ ഈ കവറ് പിടിക്കാൻ പറയും. എന്താ വെച്ചാൽ ഇത് നിനക്ക് കുളത്തപ്പുഴയ്ക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണെന്ന് പറയും. ഡ്രസ്സോ എനിക്ക് ഇപ്പം തന്നെ ഉണ്ടല്ലോ വെച്ചാൽ ഒരുപാട് ഡ്രസ്സുകൾ, ഇനി എന്തിനാ വേറെ മേടിച്ച് തന്നെയെന്ന് ചോദിക്കും. അതൊന്നും സാരമില്ല, നീ മുമ്പ് ഇവിടെ വന്ന സമയത്ത് നീ വന്നത് ഒരു ജോലിക്കാരിയായിട്ടാണ്, പക്ഷേ നീ തിരിച്ചു പോകുന്നത് എൻ്റെ മകളായിട്ടാണ്, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മകളായിട്ട്. അപ്പം അതേ അന്തസ്സോടുകൂടി തന്നെ വേണം നീ അങ്ങോട്ട് കയറി ചെല്ലാനെന്ന് പറയും. എന്നാൽ ഇത് നിനക്ക് അണിയാനുള്ള വസ്ത്രവും ആഭരണങ്ങളുമാണെന്ന് പറയും. ആഭരണങ്ങളോ? അതേ, ഇതൊക്കെ നീ ഇട്ടുകൊണ്ട് വരണം, ഇതൊക്കെ എനിക്ക് കാണണമെന്ന് പറയും. അച്ഛാ അത് ഇത്രയൊന്നും ആവശ്യമില്ലെന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെ കൃഷ്ണയെ വിളിക്കും. എന്താ അച്ഛാ, ഇതാ അലീനയ്ക്ക് ഇടാനുള്ള ഡ്രസ്സും ആഭരണങ്ങളുമാണ്, ഇതെല്ലാം അവളെ ഇടിപ്പിച്ച് കൊണ്ടുവരാൻ പറയും. അങ്ങനെ കൃഷ്ണ പറയും, വാ ചേച്ചി എന്ന് പറയും. അങ്ങനെ ബബിതയെ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ബബിതയും കൃഷ്ണയും കൂടി നോക്കും. ആഹാ, നല്ല സാരിയാണല്ലോ, ചേച്ചിക്ക് നല്ല ചേരുമല്ലോ എന്ന് പറയും. നല്ല വില കൂടിയ സാരി, എന്തിനാണ് ഇത്രയും വില കൂടിയ സാരിയൊക്കെ അച്ഛൻ എടുത്തതെന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ മോൾ ഇവിടുന്ന് പോകുന്നത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മകളായിട്ടാണെന്ന്. അങ്ങനെ പോയി കൃഷ്ണയും ബബിതയും കൂടി ചേർന്ന് അലീനയെ നല്ല സുന്ദരിയായിട്ട് അണിയിച്ചൊരുക്കുകയാണ്. നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച് ബാലചന്ദ്രൻ കൊടുത്ത ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങി വരികയാണ്. അലീനയെ കാണുന്നതും മനുശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അലീനെ സാധാരണ കാണുന്ന വേഷത്തിലല്ലല്ലോ, നല്ല ഒരുങ്ങി ഒരു നവവധുവിൻ്റെ കണക്കാണ് മനു കാണാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് ബാലചന്ദ്രൻ മനുവിൻ്റെ മനസ്സറിഞ്ഞ കണക്ക് അലീനെ ഒരുക്കിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഒരുങ്ങി വരുമ്പോൾ കൃഷ്ണയും ബബിതയും പറയും, ആഹാ ഇപ്പം അലീന ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ആ സമയത്താണ് രോഹിത് അങ്ങോട്ട് വരുന്നത്. ഇതാരാ, അലീന ചേച്ചിനാണോ ഇത്? കണ്ടെടുക്കാൻ തോന്നുന്നില്ലല്ലോ, നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറയും. പോടാ കളിയാക്കിയതൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എന്ന് പറയും. ഇത് ചേച്ചിക്ക് എൻ്റെ വക ഒരു സമ്മാനമാണെന്ന് പറയും. എന്ത് സമ്മാനം? നോക്ക് എന്നുള്ള അലീനയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്തിനാ മോനെ ഇതൊക്കെ? ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് പേര് ഗിഫ്റ്റ് വന്നു, ഇനി എന്തിനാ? ഞാനിവിടെ പോകുന്നതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമല്ല, ചേച്ചിക്ക് ഞാൻ ഇതുവരെ ഒരു ഗിഫ്റ്റും മേടിച്ച് തന്നിട്ടില്ല. എൻ്റെ ജീവിതം തന്നെ ചേച്ചിയാണ് എനിക്ക് തിരികെ തന്നത്. ജയിലിൽ വേണ്ടിയിരുന്ന എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചു തന്നു. കോളേജിൽ പോകാൻ പറ്റാതായ സമയത്ത് പോലും ചേച്ചി അവിടെ വന്ന് പ്രിൻസിപ്പൽ അച്ഛനോട് സംസാരിച്ചു. എൻ്റെ ജീവിതം തിരികെ തന്ന് എൻ്റെ സ്വഭാവത്തെ മാറ്റിയെടുത്തത് എൻ്റെ അലീന ചേച്ചിയാണ്. ചേച്ചിയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരത്തില്ലെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, ചേച്ചിക്ക് എന്നെ ഇപ്പോൾ ഉപദേശിക്കാനൊന്നുമില്ല, ഉപദേശിക്കേണ്ട ഒരു കാര്യവും നിനക്കില്ല, നീ നല്ല കുട്ടിയായിട്ട് തന്നെ വരുമെന്ന് എനിക്കറിയാമെന്ന് പറയും. അങ്ങനെ അവർ ഇറങ്ങി വരുന്ന സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ട് വരികയാണ്. നോക്കുമ്പോൾ അലീന നല്ല നവവധുവിൻ്റെ കണക്ക് അലീന ഒരുങ്ങി വരുന്ന ബാലചന്ദ്രൻ്റെ കണ്ണങ്ങ് നിറയുകയാണ്. പക്ഷേ സ്വന്തം മകളെ എങ്ങനെ ഒരു കതിർമണ്ഡപത്തിലോട്ട് അണിയിച്ചൊരുക്കി കൊണ്ട് വരാമോ, അതുപോലാണ് അലീനയെ ബാലചന്ദ്രൻ ഒരുക്കി കാണാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും. പിന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് നിന്നെ ഇതേ വേഷത്തിൽ, അതുപോലെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചെന്ന് പറയും. ഇനി നീ പോവേണ്ടത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മകളായിട്ട് തന്നെയാണ്. അവിടെ ചെല്ലുമ്പം അവരുടെ അന്തസ്സിനൊത്ത് തന്നെ വേണം നീ പെരുമാറാനും. അല്ല, അതൊന്നും നിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് അച്ഛനറിയാം, എങ്കിലും ഡ്രസ്സിങ്ങിൽ പോലും ഒരു കുറവും വരുത്തില്ലെന്ന് പറയും. ഇത് നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളെല്ലാം ഞാൻ ഈ ബാഗിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറയും. അങ്ങനെ ബബിത കൊണ്ടുപോയിട്ട് പറയും, ചേച്ചി ഇന്നാ ഈ ബാഗ്, ഇതെന്തിനാ? ഇതിനകത്ത് കുറച്ച് ഡ്രസ്സാണ്, ചേച്ചിക്ക് വേണ്ടി ഞാൻ മേടിച്ചതെന്ന് പറയും. അങ്ങനെ എല്ലാവരും കുറേ ഡ്രസ്സും ഗിഫ്റ്റും എല്ലാം അലീനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങ് വിഷമമാവും അലീന പോകുന്നത് കൊണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും അലീന യാത്രയൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കൂടെ അലീന പടിയിറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.